ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം. അർത്തഷ്ഠ രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിൻ്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പേ ഒരിക്കലും അവൻ്റെ സന്നിധിയിൽ കുണ്ഠിതനായി ഇരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. രാജാവ് എന്നോട്, നിൻ്റെ അപേക്ഷ എന്തെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്, രാജാവിൻ്റെ തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിനൊന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. അതിന് രാജാവ് രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. നിൻ്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരുമെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി. ഞാനൊരു അവധിയും പറഞ്ഞു. രാജാവിൻ്റെ തിരുവുള്ളമുണ്ടായി ഞാൻ യഹൂദയിലെത്തും വരെ നദിക്കക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടരവാതിലുകൾക്കും പട്ടണത്തിൻ്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിൻ്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവനൊരു എഴുത്തും നൽകണമേ എന്നും ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായി ഇരുന്നതുകൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ നദിക്കക്കരെയുള്ള ദേശാധിപതിമാരുടെ അടുക്കൽ ചെന്ന് രാജാവിൻ്റെ എഴുത്ത് അവർക്ക് കൊടുത്തു. രാജാവ് പടനായകന്മാരെയും കുതിരച്ചേവരെയും എന്നോടുകൂടെ അയച്ചിരുന്നു. ഹോരോന്യനായ സൻബലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. ഞാൻ യെരൂശലേമിലെത്തി അവിടെ 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു. എന്നാൽ യെരൂശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കയറിയിരുന്ന മൃഗമല്ലാതെ മറ്റൊരു മൃഗവും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ രാത്രിയിൽ താഴ്വരവാതിൽ വഴിയായി പെരുമ്പാവുറവെങ്കിലും കുപ്പവാതിൽക്കലും ചെന്ന് യെരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും വാതിലുകൾ തീ വെച്ച് ചുട്ടിരിക്കുന്നതും കണ്ടു. പിന്നെ ഞാൻ ഉറവ് വാതിൽക്കലേക്കും രാജാവിൻ്റെ കുളത്തിങ്കലേക്കും ചെന്നു. എന്നാൽ ഞാൻ കയറിയിരുന്ന മൃഗത്തിനൊന്ന് കടന്നു പോകുവാൻ സ്ഥലം പോരാതിരുന്നു. രാത്രി തന്നെ ഞാൻ തോട്ടിൻ്റെ അരികത്തോടി ചെന്ന് മതിൽ നോക്കി കണ്ട് താഴ്വരവാതിലിൻ വഴിയായി മടങ്ങിപ്പോന്നു. ഞാൻ എവിടെ പോയി എന്നും എന്തു ചെയ്തു എന്നും പ്രമാണികളാരും അറിഞ്ഞില്ല. അന്നുവരെ ഞാൻ യഹൂദന്മാരോടോ പുരോഹിതന്മാരോടോ പ്രഭുക്കന്മാരോടോ പ്രമാണികളോടോ വേലയെടുക്കുന്ന ശേഷം പേരോടോ യാതൊന്നും അറിയിച്ചിരുന്നില്ല. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ, നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. എന്നാൽ ഹോരോന്യനായ സൻബലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേശമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യമെന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിലെ ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്നുത്തരം പറഞ്ഞു.